എന്നെ മനസ്സിലായില്ല അല്ലേ? കറിയാച്ചൻ, മുണ്ടയ്ക്കൽ തറവാട്ടിലെ മാർക്കോസിന്റെ രണ്ടാമത്തെ മകൻ. നീ ഇങ്ങ് കയറിയിരിക്കുക കറിയാച്ച. സൽക്കാരമൊക്കെ പിന്നെ മതി. അച്ചായനോട് ചിലത് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ചോദിക്കാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. അപ്പൊ അറിഞ്ഞോണ്ട് തന്നെ നെറിവേട് കാണിച്ചല്ലേ? നെറിവുകേടോ? അതെ അച്ചായ, അപ്പനെയും കൂടെ പിറന്ന അനിയനെയും ഉപേക്ഷിച്ചിട്ട് പെമ്പ്രന്നോത്തിയുടെ വാക്കേട്ട് ഇറങ്ങിത്തിരിച്ചത് നെറിവുകേട് തന്നെയാ. താനൊക്കെ ആണാണോടോ? കറിയാച്ച, നീ കാര്യം അറിയാണ്ട സംസാരിക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. മാർട്ടിൻ പെണ്ണ് കെട്ടി, അവനൊരു കുഞ്ഞുണ്ടായി, അവന്റെ പെണ്ണ് ചാകുകയും ചെയ്തു. ദേ ഇപ്പൊ എല്ലാരും കൂടെ അവനെ ജയിലിലും ആക്കി. ആരും ആക്കിയതൊന്നുമല്ല, അവന്റെ സ്വഭാവം കൊണ്ട് സ്വയം ആയതാ. സ്വഭാവ ഗുണം. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരാച്ചായ. ജാതിയും മതവും നോക്കാതെ ആർക്കും വേണ്ടാത്തൊരു പെണ്ണിനെ തന്റെ ഇടത്തോടെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് തെറ്റ്. അത് അവൻ കാണിച്ച ആണത്തം. പുന്നാര അനിയൻ കാണിച്ച ആണത്തം കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അച്ചായന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് അധികമൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. അകത്ത് കേൾക്കാൻ ആളുണ്ട്. കൂടെ കിടന്ന കൂടപ്പിറപ്പിന്റെ ചൂട് ഇപ്പോഴും ഈ നെഞ്ചിന്ന് പോയിട്ടില്ല. തനിക്ക് വേണ്ടാത്ത അവന് എനിക്ക് വേണം. താൻ ചെല്ലടോ, ചെന്ന് അടയിരിക്ക്. മുട്ട വിരിയും. മുട്ട വിരിയുന്നെങ്കിലേ കാക്ക കൊണ്ടുപോകാൻ ഞാൻ നോക്കിക്കൊള്ളാം. ആ എന്തേ ഏറ്റുപിടിക്കാൻ ചേട്ടത്തിയമ്മ ഇല്ലാത്തതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു കാര്യം തീർച്ച, അപ്പം പറഞ്ഞത് നേരാ. സാരിത്തുമ്പി കെട്ടിവലിച്ചോട് തന്നെ പോന്നിരിക്കുന്നു. ഓഹോ, ഈ കഥ പറയാനാണോ അപ്പം മോനെ വിളിച്ചു വരുത്തിയത്? ഇങ്ങനെ രേഷണിക്കാരൻ അപ്പൻ. ഞങ്ങളുടെ അപ്പനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഇയാള് കേട്ട് നിൽക്കും. ഞാൻ സഹിക്കില്ല. സഹിക്കണ്ട, ആര് സഹിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് ആവശ്യം എന്റെ ഭർത്താവ് മോളുവാ. നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ ചില നശിച്ച സ്ത്രീകൾ വന്നു കയറിയത് മൂലം തകർന്നെന്ന് കേട്ടിട്ടുണ്ട്. അച്ചായം കെട്ടിയതോ അതുപോലെ ഒന്നിനെയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇത് എന്റെ വീടാ, അന്യനാണോന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇറങ്ങിപ്പോണോന്നായിരിക്കും. അച്ചായോ കേട്ടല്ലോ, ഒരു ദിവസം കറിവേപ്പില പോലെ ഇവരും കുടുംബവും തന്നെ എടുത്തങ്ങ് പുറത്തോട്ട് കളയും. അപ്പൊ വീട്ടിലേക്ക് വരാൻ മടിക്കണ്ട. അച്ചായന് ഞങ്ങളെ വേണ്ടായാലും ഞങ്ങൾക്ക് അച്ചായനെ വേണം. ഞാൻ പോണു, എനിക്കിടെ മാട്ടിനിറങ്ങണം. കറിയാച്ച, ഞാനും വരുന്നടാ. അനിയമെന്ന് വിളിച്ചപ്പോ പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് പോവാണല്ലേ? ഈ കാര്യത്തിന് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ എന്നെ മോളെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ. പിന്നീട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതാ. എടീ, എനിക്ക് നിന്റെ കൊട്ടാരമൊന്നും വേണ്ട. നിനക്ക് ഭർത്താവിന് നിന്റെ മോക്ക് അപ്പനെ വേണമെങ്കിൽ എന്റെ തറവാട്ടിലേക്ക് പോരെ, ഞാൻ അവിടെ കാണും. വാടാ. എന്താടാ നോക്കിയിരിക്കുന്നേ? കയറിക്കോ. മുൻപൊരിക്കൽ ഈ മാറ്റിനെ നിങ്ങൾ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു, ഇപ്പോൾ രക്ഷിക്കണമെന്ന് പറയുന്നു. എന്താ തോമാച്ച ഇത്? എത്രയൊക്കെ ആയാലും അവൻ എന്റെ അനുജനല്ലേ. കള്ളക്കേസിൽ കുടുക്കി ഈ കഴിഞ്ഞ 4 മാസം അവനെ കസ്റ്റഡിയിൽ വെക്കാനുള്ള നിയമം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലല്ല, കോടതി റിമാൻഡിലാണ് പ്രതിയെ വെച്ചിരിക്കുന്നത്. എവരി 15 days, അതായത് മാസത്തിൽ 2 പ്രാവശ്യം വീതം ജാമ്യത്തിന് വേണ്ടി അയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഈ മാർട്ടിനെ പുറത്തിറക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. കുറ്റം എന്റേതാണോ? കോടതി നിയമമൊന്നും ഇല്ലാതെ കുറച്ച് കാശ് കൂടുതൽ മുടക്കിയാൽ അവനെ പുറത്തു കൊണ്ടുവരാൻ വല്ല മാർഗമുണ്ടോ? അതിന് ഇനിയും താമസിച്ചിട്ടില്ല. ബെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അടുത്ത ദിവസം നിങ്ങൾക്ക് മാർട്ടിനെ ഇറക്കൊണ്ടുപോവാം. എന്താ തോമാച്ച? താങ്ക് യു. കൊച്ചുമോനെ, നീ വിഷമിക്കേണ്ടടാ. നാളെ രാവിലെ നിന്നെ ജാമ്യത്തിലിറക്കും. അഡ്വക്കേറ്റ് പണിക്കരെ കാണാൻ കറിയാച്ചൻ പോയിരിക്കുക. അപ്പച്ച, എന്റെ മോൻ. ആ തെമ്മാടി നമ്പൂതിരിമാര് നമ്മുടെ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുക. നാളെ നമ്മുടെ കുട്ടിയുടെ അന്നപ്രാശോ പേരിടിയിലോ എന്തൊക്കെയോ ഇല്ലത്ത് നടക്കാൻ പോവുകയത്രേ. ഇതാ ഇത് കണ്ടോ. ആവോഹിഷ്ടാമയോ ഭുവസ്ഥാനൂർജേരദാധനായ ചക്ഷസേ യോ ശിവതമോരഥ സത്യഭാജയദേഹ ഉദരീവമാതര തസ്മാൽ അരംഗമാവയക്ഷയായ ആവോയയാചന ശംയോ ദേവീരഭിഷ്ടയെ ആവോ ഭവന്തു വീരയെ ആവോഹിഷ്ടാമയോ ഭുവ സ്ഥാനൂർജേരദാധന
മഹീനായ ചക്ഷസേ യോ വശ്യവരമോരസ തസ്യ വാജയലേഹന ഉശരീരവ മാതര തസ്മാൽ അരംഗമാമവയസ്യക്ഷയായ ആവോജനയരാജന ശന്നോ ദേവീരഭിഷ്ടയെ ആവോഹന്തു വീരയെ ചന്ദ്രയോര വിശ്വവന്തുന ആവോഹിഷ്ടാമയോ ൂർധീരദാന മഹേരണായ ചക്ഷസേ യോ ശിവതമൂലക തസ്യ വാജയലേഹന കുശലീർവ മാതര തസ്മാൻ അരംഗമാവ യക്ഷയായ ഇന്ദ്ര ആവോജനയരാജന ശന്നോ ദേവീരഭിഷ്ടയെ ആവോ ഭവന്തു വീരയെ ചന്ദ്രയോര വിശ്വവന്തുന മുഹൂർത്തത്തിന് സമയമായി. കുട്ടി അങ്ങോട്ട് തരിക.
നമ്മുടെ കുഞ്ഞ് ചെല്ലേ ചെല്ലേ. Oh!